ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരെന്നറിയാമോ? അതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. എന്നാൽ ഏറ്റവും കൂടുതൽ കാലം ഉപരാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് മുഹമ്മദ് ഹമീദ് അൻസാരി. ഡോക്ടർ എസ് രാധാകൃഷ്ണനേക്കാളും ഒരു ദിവസം കൂടിയാണ് ഹമീദ് അൻസാരി പദവിയിൽ. കൂടാതെ കുറച്ചു കാലം മാത്രം ഉപരാഷ്ട്രപതി പദവി അലങ്കരിച്ച വ്യക്തിയാണ് വി ഗിരി. അദ്ദേഹമാണ് ആദ്യമായി ഈ പദവിയിലിരിക്കെ രാജിവെച്ച വ്യക്തി. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായ ആദ്യ മലയാളി ആരെന്നറിയാമോ? അദ്ദേഹമാണ് KR നാരായണൻ. കൂടാതെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് പരാജയപ്പെട്ട ഏക ഉപരാഷ്ട്രപതിയാണ് ഭൈരോൺ സിംഗ് ഷെഖാവത്ത്. ഇദ്ദേഹമാണ് ഏറ്റവും പ്രായം കൂടിയ ഉപരാഷ്ട്രപതി. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഉപരാഷ്ട്രപതി ആരെന്ന് ചോദിച്ചാൽ അത് BD ജെട്ടിയാണ്. രാഷ്ട്രപതിയുടെ ചുമതല വഹിച്ച ശേഷം ഉപരാഷ്ട്രപതിയായ വ്യക്തിയാണ് ജസ്റ്റിസ് M ഹിദായത്തുള്ള. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്നീ പദവികൾ വഹിച്ച ഏക വ്യക്തി കൂടിയാണ് ജസ്റ്റിസ് M ഹിദായത്തുള്ള. എന്നാൽ വൈസ് പ്രസിഡന്റ് പദവിയിലിരിക്കെ അന്തരിച്ച ഏക വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് കിഷൻ കാന്ത് ആണ്. തുടർച്ചയായി 2 തവണ ഉപരാഷ്ട്രപതിയായ വ്യക്തികളാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണനും കൂടാതെ മുഹമ്മദ് ഹമീദ് അൻസാരിയും. ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണെന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഇന്ത്യയുടെ നിലവിലത്തെ ഉപരാഷ്ട്രപതി ആരാണ്? കമന്റ് ചെയ്യൂ.